അസ്സലാമു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനൊക്കെയാണ് നമ്മളിതിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. വാനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്റ്റെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ വെയിറ്റിൽ വരുന്നൊരു കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസൊക്കെ ഡബിളാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കേണ്ട, അതിലും താഴെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഞാനിതിവിടെ 3 പ്രാവശ്യമൊന്നും അരിച്ചെടുക്കുന്നില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മുട്ടയൊന്നും ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതേപോലെ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രം എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് മീഡിയം സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഒന്ന് പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തന്നെ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഒരേ സമയം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഞാനിവിടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഡബിൾ സൈസ് ആയിട്ട് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതായത് ഈ ഒരു യെല്ലോ കളറിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ വൈറ്റ് കളറിലോട്ട് മാറി വരണം. ആ ഒരു സമയം വരെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്, അതേപോലെ വൈറ്റ് കളറിലോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് എപ്പോഴും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ചേർത്ത് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ഈ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ അങ്ങ് മുന്നിട്ട് നിൽക്കും. ഇനി നമുക്കിതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഓയിലൊക്കെ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് സമയം നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. മാക്സിമം ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 60 സെക്കൻഡ് അതിനുള്ളിൽ തന്നെ നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കണം. നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ചേർത്ത് കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. എല്ലാ ഭാഗത്തോട്ടും വീഴുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോവും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഈ ഒരു പൊങ്ങി വന്നിട്ടുള്ള ബാറ്റർ താഴ്ന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവില്ല, അതേപോലെ നന്നായിട്ട് പൊങ്ങിയും കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഇതേപോലെ വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിത് ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് കാണാം. ഞാനിവിടെ
ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ കേക്ക് ടിന്നിൻ്റെ അടിയിലും അതേപോലെ സൈഡിലൊക്കെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കേക്ക് ടിന്നിൻ്റെ പകുതി ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വരുമ്പോൾ അത് പാത്രത്തിൻ്റെ പുറത്തോട്ടൊക്കെ അങ്ങ് പോവും. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 4-5 പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഇതൊന്ന് കൊട്ടി കൊടുക്കണം. അതിനുള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ട് കൊട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 5 മിനിറ്റ് മുമ്പേ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റാൻഡ് കൂടെ വെച്ച് കൊടുക്കണം. ഒരിക്കലും ഡയറക്റ്റായിട്ട് പാത്രത്തിലേക്ക് നമ്മൾ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ ഒരു പാത്രം അടച്ച് വെച്ചിട്ട് നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പാത്രത്തിന് ഇതേപോലെ എന്തെങ്കിലും ഹോൾസ് എങ്ങാനുണ്ടെങ്കിൽ ഒരു ചെറിയ പേപ്പർ വെച്ചിട്ട് അതുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിനും അതേപോലെ നമ്മുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ഈ ഒരു ബേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ചെറിയ മാറ്റം വരും. അതേപോലെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി, അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് 30 മിനിറ്റ്. 1 കപ്പൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ കുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിക്കുമ്മൽ ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തോട്ടെടുക്കാം. കേക്ക് ഇവിടെ അത്യാവശ്യം ഒന്ന് ചൂടാറിയ സമയത്ത് ഞാനിതിവിടെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിന് ചൂടുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം റിമൂവ് ചെയ്താൽ മതി. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ട് നിൽക്കുന്ന ഒരു കേക്കാണ്. കേക്ക് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാം. 3 ലെയറോ അതല്ലെങ്കിൽ 2 ലെയറോ ആയിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മുകൾ ഭാഗത്ത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് താഴോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ 2 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഐസിങ് ചെയ്താലും മതി. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പ്. ഇത് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കൊരു കേക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് മുകളിലുള്ള ഡിസൈനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ എക്സ്ട്രാ 1/2 കപ്പ് പിന്നീട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രീമൊക്കെ അത്യാവശ്യം ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ റെഡ് ഫുഡ് കളറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റിംഗ് ആയി പോകാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് എയർ ബബിൾസൊക്കെ വരും. ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് കമഴ്ത്തി പിടിക്കുന്ന സമയത്ത് പുറത്തോട്ടൊന്നും പോകാത്ത രീതിയിൽ വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ബീറ്റ് ചെയ്യുന്നത് നിർത്തണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഓവർ ബീറ്റിംഗ് ആയി പോവും. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം.
ഞാനിവിടെ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കേക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ലെയർ ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അതേപോലെ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ ചെയ്ത് കൊടുത്താലും മതി. നമുക്കിത് സ്പാച്ചുല വെച്ചിട്ടോ അതല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ക്രീം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇനി സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുക. ആദ്യം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ഞാനിവിടെ 3ാമത്തെ ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഐസിങ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമൊക്കെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവസാനം ഞാൻ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു കേക്കിൻ്റെ ഐസിങ് ഒക്കെ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാനുണ്ട്. പക്ഷേ അത് ഞാൻ നാളെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാത്രിയിലാണ് ഈ ഒരു ഐസിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നാളെ രാവിലെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പകൽ തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 2 മണിക്കൂർ ഐസിങ് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കളറ് മാറി കുറച്ചൊരു റെഡ് കളറിലോട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാളെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കളറൊക്കെ ഇവിടെ കംപ്ലീറ്റ് മാറി ഏകദേശം ഒരു റെഡ് കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വരയ്ക്കാനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 കളറൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 കളർ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫുഡ് കളറും ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കരുത്. സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൽ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം. ഫ്ലവേഴ്സ് വരയ്ക്കുന്നതിന് മുമ്പേ കേക്കിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഹൈറ്റിൽ ഫ്ലവേഴ്സ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കേക്ക്. ഇനി ഞാനിതിൻ്റെ മുകളിലൊരു ചെറിയ ഫ്ലവർ കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം വിപ്പിംഗ് ക്രീം അടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്താൽ മതി. ഇതേപോലെ ഞാനൊരു 3 ഫ്ലവറാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇനി ഈ ഒരു 3 ഫ്ലവറിൻ്റെ
സെൻറ്ററിലായിട്ട് ഇതേപോലെ ചെറിയ 3 ഫ്ലവേഴ്സ് കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ബാക്കിലോട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗത്തും അതേപോലെ അടിഭാഗത്തൊക്കെ ബോർഡറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നോസിൽ വെച്ചിട്ട് വേറെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കാണിക്കുന്നത്. ഇവിടെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് ഇതേപോലെ ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ താഴെ അടിഭാഗത്തും ഇതേപോലെ തന്നെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ അടിയിലും ഈ ഒരു സെയിം നോസിൽ വെച്ചിട്ട് സെയിം ഫ്ലവർ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ വേറെ ഡിസൈനൊക്കെ അടിയിൽ ബോർഡറായിട്ട് കൊടുക്കാം. ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നോസിൽ യൂസ് ചെയ്യാതെ പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ചെറിയ ബോൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കട്ട് ചെയ്ത പൈപ്പിംഗ് ബാഗിൻ്റെ ആ ഒരു ഭാഗം കുറച്ചൊന്ന് വലുതായി പോയിട്ടുണ്ട്. ആ ഒരു ബോൾസൊക്കെ കൊടുത്തത് കുറച്ചൊന്ന് ബോറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് ചെറിയ ബോൾസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്